കുറെ വട്ടം ചെയ്ത് പാളിയായിട്ടാണ് ഇന്നും ഉണ്ടാക്കാൻ പോണത്. ഞാൻ കയ്യിൽ ഈസ്റ്റും പിടിച്ചോണ്ട് നിന്നപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പണി കൊടുക്കുന്നു. എന്റെ അമ്മ അതേ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു ഉള്ളിക്കൊണ്ട് വന്നു ഇപ്പോണ്ട് എന്നെ കൊല്ലുമെന്തോ. നിങ്ങളാണെന്നും കണ്ട് മൈൻഡ് ചെയ്യണ്ട, ഇതിവിടെ സ്ഥിരമുള്ള തന്നെ. ബാ നമുക്ക് പോവാം. ആദ്യം തന്നെ വൈകുന്നേരത്തെ ചായയുടെ പാലിൽ നൈസായിട്ട് അടിച്ചു മാറ്റി ചൂടാക്കുക. ചൂടാക്കിയപ്പോൾ ഇച്ചിരി തിളച്ചു പോയി കേട്ടോ. ഇനി അതിനെ തണുപ്പിച്ചെടുക്കാം. ഇനി ചെറിയ ചൂടായ പാലിനകത്ത് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ് എന്നിട്ട് നന്നായിട്ട് മിക്സ് വെൽ. അടുത്തതായി നമ്മൾ നശിപ്പിക്കാൻ എടുക്കുന്ന സാധനത്തിന്റെ പേരാണ് മൈദ. ഇനി വേണ്ടത് നാരങ്ങ അച്ചാറല്ല, നാരങ്ങ അച്ചാറിന്റെ ടിന്നിനകത്തിരിക്കുന്ന ബട്ടർ. ബട്ടറിനൊക്കെ എന്താ വില, ഇന്ന് എന്താവും എന്തോ. ഇനി മൈദ നന്നായിട്ട് അരിച്ചെടുക്കുക, ഇല്ലെങ്കിൽ പാറ്റയും പുഴുവും ക്രിമിയും എല്ലാം വയറ്റിനുള്ളിൽ പോയി താമസമാക്കും. ഈസ്റ്റ് ഇട്ട് കലക്കി വെച്ച പാലില് ബട്ടറും മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വെൽ. മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴേ പണി പാളി മക്കളെ. വെള്ളം കൂടിപ്പോയി മാവില്. എനിക്ക് എപ്പോ ബന്നുണ്ടാക്കിയാലും സ്ഥിരം കിട്ടാറുള്ള പണി തന്നെയാണ് ഇത്. വെള്ളം കൂടി എന്ത് ചെയ്യും, പിന്നെ മൈദ ഇടും. അങ്ങനെ ഇട്ടിട്ട് 1 കിലോ മൈദ ഇട്ട് എങ്ങനെയൊക്കെ പൊടിയിട്ട് കുഴച്ചിട്ടും ആ പണ്ടാരം ശരിയാവുന്നേ ഇല്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് 1 സ്പൂൺ വാനില എസൻസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുഴച്ചെടുത്തപ്പോ സത്യം പറഞ്ഞ ഫെവിക്കോളിന് പോലും ഇത്രയും പശ ഉണ്ടാവൂല. ആർക്കെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാൻ പശ വേണോ? വേണമെങ്കിൽ തരായിരുന്നു. എന്റെ അമ്മ ഈ സാധനം അപ്പൊ പുറകെ വന്ന് പിടിച്ച് ഇന്ന് എന്റെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാവും. ഭാഗ്യം കയ്യിൽ ഒലക്കാൻ ചട്ടുകൊന്നുമില്ല. ചെറിയ പാത്രത്തിൽ കുഴച്ചിട്ടാണ് ശരിയാവത്തെന്ന് വിചാരിച്ചിട്ട് വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുഴച്ചിട്ട് ശരിയായെങ്കിൽ തലയിൽ മൂടിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോവാം. വലിയ ഉരുളിയിൽ മാവിട്ട് കുഴച്ച് 1.5 മണിക്കൂറായിട്ട് മാവ് ശരിയായില്ല. എന്റെ കൈ അവിടെ നിന്ന് പറഞ്ഞു പോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവസാനം കുഴച്ച് ഞാൻ വേണ്ട ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് മാവിനെ. ഇനി ഒരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് സ്കൂളിൽ പോയ മോൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം. അങ്ങനെ അടി ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അസിസ്റ്റന്റ് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം പേടിച്ചാണ് പാത്രം തുറന്നെങ്കിലും അടിപൊളിയായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. മാവ് തൊട്ട് നോക്കിയപ്പോഴോ ഭയങ്കര സോഫ്റ്റ്. ഇനി ഈ മാവ് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. ഞാനുണ്ടാക്കിയ ബോളിനൊക്കെ ആന ചവിട്ടിയ ഷേപ്പായിരുന്നു. വേണ്ട കണ്ടില്ലേ, വട്ടത്തിനും നീളത്തിനുമുള്ള മാവ് കുട്ടികൾ. സംഗതി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഉരുട്ടിവെച്ച സാധനങ്ങളെല്ലാം ഡബിൾ മടങ്ങായി. സംഗതി കാണാൻ മതിൽ കെട്ടിയതുകൊണ്ടാണ് ഇരിക്കണെങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. ഇനി ഉരുട്ടി വെച്ച ഉണ്ട കുട്ടികളെല്ലാം നേരെ ഓവനിൽ കെട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ബന്നും തയ്യാറായി, ബ്രെഡും തയ്യാറായി. വേണ്ട ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്, എന്തൊരു സോഫ്റ്റ് ആണോ. പലതവണ ഞാൻ ഉണ്ടാക്കി പാളിയെങ്കിലും ഇത്തവണ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ്. ഒന്ന് മുറിച്ചു നോക്കിയപ്പോ എനിക്ക് തന്നെ കിളി പോയി. കാരണം അതിന്റെ അഹമൊക്കെ ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്നു. പുറത്താണെങ്കിൽ നല്ല അടിപൊളി 1 തരം മഴയും. ചൂട് ബ്രെഡും ആവി പറക്കുന്ന കട്ടൻ ചായ നല്ല 1 തരം മഴയും. ആഹാ, അമ്മയെ വിളിച്ച് അന്തസ്സായിട്ട് ഒരു പീസ് എടുത്ത് കയ്യിലങ്ങ് കൊടുത്തു. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ല, നാളെ എനിക്ക് ബ്രെഡിന്റെ കമ്പനി തുടങ്ങാനുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.